ചെറുവണ്ണൂരിലെ ആസിഡ് ആക്രമണത്തിൽ പ്രതികരണവുമായി യുവതിയുടെ മാതാവ്. പ്രതി പ്രവിശയെ നിരന്തരമായി ഉപദ്രവിച്ചുവെന്നും പ്രവിശയുടെ മൂത്ത മകനെ നേരത്തെ പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്നും മാതാവ് പറയുന്നു. പ്രവിശയുടെ സഹോദരനെയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുക മാത്രമാണ് ചെയ്തതെന്നും മാതാവ് പറയുന്നു. സ്വന്തമായിട്ട് ഓൾ സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് ഓള് ഞാൻ എസ് സി പെട്ടതാണ് വരവൻ അവൻ തീയര അപ്പോൾ ഓക്ക് സ്ഥലം കിട്ടി ബ്ലോക്കിന് സ്ഥലം പാസത്തിന് പൈസ പാസായി വരെയൊക്കെ വെച്ച് ചെറിയൊരു വരെയൊക്കെ ഉണ്ടാക്കി കൂടി പിന്നെ ദിവസം വന്നിട്ട് വരെയൊക്കെ അടിച്ച് തകർത്ത് കപ്പൂസ് ഒക്കെ പോക്കി കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഒക്കെ അടിച്ച് തകർത്തേരെ. പിന്നെ ലാസ്റ്റ് ഓൾ പറഞ്ഞതാ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഞാൻ നോക്കൂ, പിന്നെ ഇനിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കലാണ്. എന്നോട് പോന്നു വീട്ടിലേക്ക് വന്നിട്ടില്ല. മേഘ മാധവൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മേഘ, എന്താണ് ഈ ഒരു പ്രശ്നത്തിന്റെ ആധാരം എന്ന് പറയുന്നത്? ഇത്തരത്തിൽ ആ യുവതിയെ ഉപദ്രവിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഉണ്ടായത്? എന്താണ് ഇവർ പറയുന്നത്? വിൻഷ, അതായത് ഇന്നലെയാണ് കോഴിക്കോട് കൂട്ടാലിട സ്വദേശിനിയായ പ്രവിശയ്ക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആക്രമണം ഉണ്ടായത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവിശയെ മുൻ ഭർത്താവ് പ്രശാന്ത് ആശുപത്രിയിലെത്തി, ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെത്തി ആസിഡ് ഒഴിക്കുകയായിരുന്നു. മുഖത്തും പുറത്തുമൊക്കെ തന്നെയും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രവിശ. ഇപ്പോൾ അപകട നില തരണം ചെയ്തു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 13 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 2 വർഷം മുൻപേ തന്നെ ഇവർ നിയമപരമായി വേർപെട്ട് താമസിക്കുകയായിരുന്നു. ഇയാൾ നിരന്തരം ലഹരി ഉപയോഗിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പ്രവിശ പറയുന്നത്. ഇതേ തുടർന്നാണ് ഇവർ വിവാഹമോചനം നേടിയത്. നിയമപരമായി തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതാണ്. അതിനു പിന്നാലെ ഈ ഭർത്താവ് പ്രശാന്ത് നിരവധി തവണ ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവരുടെ മൂത്ത മകനെ, 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്, മൂത്ത മകനെ സ്കൂളിലെത്തി പെട്രോൾ ഒഴിച്ചു കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തി. ചൈൽഡ് ലൈൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ചു, അത് അപ്പോൾ തന്നെ ആളുകൾ തടഞ്ഞതിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് അമ്മ പറയുന്നു. അതിനൊപ്പം മറ്റ് സ്കൂളുകളെ കുട്ടികളെ ഉൾപ്പെടെ പെട്രോൾ ഒഴിച്ചാൻ കൊല്ലും എന്ന് ഇയാൾ അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടും എന്നാണ് പ്രവിശയുടെ അമ്മ ഇപ്പോൾ പറയുന്നത്. നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നു. ഇതിനു മുൻപും, അതായത് ഈ ആസിഡ് ആക്രമണത്തിന് മുൻപും പ്രവിശയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇയാളുടെ ആവശ്യം എന്നത് ഒരുമിച്ച് താമസിക്കണം എന്നതാണ്. ഈ നിയമപരമായി വേർതിരിഞ്ഞു കഴിഞ്ഞതിന് പിന്നാലെയും ഇയാൾ നിരന്തരം തന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞ് പ്രവിശയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നതാണ് നിലവിൽ ഈ അമ്മ പറയുന്നത്. ഏതായാലും ബാലുശ്ശേരി പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇയാൾക്ക് താക്കീത് നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയാണ് ചെയ്തത് എന്നും അമ്മ പറയുന്നു. ഏതായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി പ്രശാന്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. മേഘ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും വെറും താക്കീതിൽ ഒതുക്കുകയാണോ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നേരിട്ടതും 2 വർഷം മുൻപ് വിവാഹമോചനം നേടിയ സ്ത്രീയാണ്. എന്നിട്ട് പോലും അവരെ നിരന്തരമായി പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴിതാ ആശുപത്രി കിടക്കയിൽ ചികിത്സയിലിരിക്കെ ആസിഡ് ഒഴിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ പോലും ഒരു നടപടി എടുക്കേണ്ടവരെടുത്തിട്ടില്ല എന്നാണോ കുടുംബത്തിന്റെ പരാതി? കുടുംബം അത്തരത്തിൽ തന്നെയാണ് പരാതിപ്പെടുന്നത്. കാരണം 2 വർഷമായി ഇവർ നിയമപരമായി വേർപെട്ട് കഴിയുകയാണ്. അപ്പോൾ മുതൽ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നതാണ് ഈ അമ്മ പറയുന്നത്. ഇയാൾക്കൊപ്പം വരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. നിരന്തരം പ്രവിശയെ വഴിയിലൊക്കെ തന്നെയും ജോലിക്ക് പോകുന്ന സമയത്ത് വഴിയിലൊക്കെ തന്നെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതുമാണ് ഇപ്പോൾ ഈ അമ്മ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒരു പരാതിയല്ല, നിരവധി പരാതികൾ ബാലുശ്ശേരി സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ പ്രവിശയുടെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് പല കേസുകളും ഇത്തരത്തിൽ വന്നാൽ, അതായത് ഇത്തരത്തിൽ ഭീഷണിയുണ്ടെന്ന പരാതികൾ വന്നാൽ പലപ്പോഴും ഈ സ്റ്റേഷനിൽ സംസാരിച്ച് അത് പരിഹരിച്ചു പോവുകയാണ് പലപ്പോഴും ചെയ്തു വരാറുള്ളത്. ഏതായാലും ഇതിൽ താക്കീത് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ ഈ അമ്മ പറയുന്നത്. വിൻഷ. ശരി, മേഘമാധവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ചെറുവണ്ണൂരിലെ ആസിഡ് ആക്രമണത്തിൽ പ്രതികരണവുമായി യുവതിയുടെ മാതാവ്. പ്രതി പ്രവിശയെ നിരന്തരമായി ഉപദ്രവിച്ചെന്നും പ്രവിശയുടെ മൂത്ത മകനെ നേരത്തെ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് മാതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പ്രവിശയുടെ സഹോദരനെയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി, പക്ഷേ മുന്നറിയിപ്പ് നൽകി വിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ പരാതിയായി പുറത്തേക്ക് വരുന്നത്.